1992 ലോകകപ്പ് ക്രിക്കറ്റ് വേള. രാത്രി വൈകി തീർന്ന മത്സരശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാൻ ഓഫ് ദി മാച്ചായ പുതിയ സെൻസേഷൻ സച്ചിന്റെ നേതൃത്വത്തിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആഘോഷത്തിമിർപ്പിലാണ്. ബദ്ധവൈരികളായ പാകിസ്ഥാനെ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തകർത്തിരിക്കുന്നു. അന്ന് തൊട്ടിന്നോളം ഏകദിന ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ഡ്രസ്സിംഗ് റൂമിലെ ഒരു മൂലയിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ഒരാളിരിപ്പുണ്ട്: ഇമ്രാൻ ഖാൻ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ലോകം കണ്ട മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ. സമകാലികരായ കപിൽ ദേവിനോടും ഇയാൻ ബോട്ടത്തോടും കിടപിടിക്കുന്ന കളിമികവും ഒരു പടി മുകളിലെ നേതൃത്വ പാഠവും തികഞ്ഞയാൾ. ആശ്വസിപ്പിക്കാൻ വന്ന സുഹൃത്ത് ജാവേദ് മിയാൻദാദിന്റെ വാക്കുകളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലെ ശൂന്യത നികത്തിയില്ല. കൈവിട്ടു പോകുന്നത് ലോകകപ്പ് നേടി വിരമിക്കുക എന്ന സ്വപ്നമാണ്. 1987 സ്വന്തം നാട്ടിൽ ലാഹോറിൽ സെമിഫൈനലിൽ ഓസ്ട്രേലിയയുടെ പേസ് ബൗളർ ക്രെയ്ഗ് തകർത്തത് ആദ്യ ലോകകപ്പ് വിജയമെന്ന ഇമ്രാന്റെയും പാകിസ്ഥാന്റെയും സ്വപ്നമായിരുന്നു. മനസ്സുമടുത്ത് 35-ാം വയസ്സിൽ കളിക്കളത്തോട് വിട പറഞ്ഞ പോരാളിയെ തിരികെ വിളിച്ച പ്രസിഡന്റ് സിയാഉൽ ഹക്കിന്റെ മനസ്സിലും ഒരു ലോകകപ്പ് വിജയ സ്വപ്നം ഉണ്ടായിരുന്നിരിക്കാം. അതെല്ലാമാണ് തുടർ പരാജയങ്ങളിൽ തട്ടിത്തകരുന്നത്. ഇനി അല്പം ഫ്ലാഷ് ബാക്ക്. 1971 വിദ്യാർത്ഥിയായിരിക്കെ ഇംഗ്ലണ്ടിനെതിരെ എഡ്ജ് ബാസ്റ്റണിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ ഇമ്രാൻ 76 പാകിസ്ഥാനിൽ തിരിച്ചെത്തി ടീമിൽ സ്ഥിരാംഗമായത്. മജീദ് ഖാൻ, സർഫ്രാസ്, മിയാൻദാദ് തുടങ്ങിയ പ്രതിഭകൾ നിറഞ്ഞ ടീമിൽ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ അയാൾ സ്ഥിരം സ്ഥാനം നേടി. 82 മിയാൻദാദിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത മുതൽ 92 വിരമിക്കുന്നത് വരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന ടീമിനകത്തും പുറത്തും ഭരണരംഗത്തും പടലപ്പിണക്കങ്ങൾ നിറഞ്ഞ ഒരു ടീമിന്റെ വിജയശ്രീലാളിതനായ ക്യാപ്റ്റനായി അദ്ദേഹം മാറി. ഇമ്രാന്റെ അപ്രീതിക്ക് പാത്രമായ ഒരു പിടി പ്രതിഭകൾ എങ്ങുമെത്താതെ പോയി. ഇന്ത്യക്ക് കപിൽ എന്ന പോലെ മറുവശത്ത് ഒരു സ്ഥിരം ഫാസ്റ്റ് ബൗളിംഗ് കൂട്ടാളി ഇല്ലാതെയായിരുന്നു ഇമ്രാന്റെ മികച്ച പ്രകടനങ്ങൾ അത്രയും. കരിയറിന്റെ സായന്തനത്തിൽ കൂടെ കൂടിയ വസീം അക്രമും വഖാർ യൂനിസുമായിരുന്നു പിന്നീടുള്ള തുണ. സലീം മാലിക്, ആക്കിബ് ജാവേദ്, റമീസ് രാജ മുതൽ ഇൻസമാമുൽ ഹക്ക് വരെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ്. വീണ്ടും സിഡ്നി ഡ്രസ്സിംഗ് റൂമിലേക്ക് അദ്ദേഹം ടീം മീറ്റിംഗ് വിളിക്കുന്നു. ഒരേ ഒരു വാക്ക്: ലോകകപ്പ് വേണം. അതിനുള്ള വഴികൾ: അടുത്ത 2 മത്സരങ്ങൾ തോൽക്കാതെ സെമിയിലെത്തണം. ടീം ആ ചലഞ്ച് ഏറ്റെടുത്തു. ഭാഗ്യം ധൈര്യശാലികൾക്കൊപ്പം എന്ന പഴഞ്ചൊല്ല് 100% ശരിയായത് അടുത്ത മത്സരത്തിൽ. വെറും 74 റൺസിന് ഇന്നിങ്സ് അവസാനിപ്പിച്ച പാകിസ്ഥാൻ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് ഇംഗ്ലണ്ടിനെതിരെ ഫീൽഡ് ചെയ്യാനിറങ്ങി. ഇംഗ്ലണ്ട് സ്കോർ 25 നിൽക്കെ പാകിസ്ഥാനെ രക്ഷിക്കാനെത്തിയ മഴ തകർത്തു പെയ്തു. ഇരു ടീമുകളും പോയിന്റ് ഷെയർ ചെയ്തു. ടൂർണമെന്റ് നിയമപ്രകാരം ഇന്നിങ്സിൽ 25 ഓവർ പൂർത്തിയാവാതെ തടസ്സപ്പെട്ടാൽ സമനിലയാവും. അടുത്ത മത്സരത്തിൽ തുടർച്ചയായി ജയങ്ങൾ തലക്ക് പിടിച്ച് ആലസ്യത്തിലാണ്ട ന്യൂസിലാൻഡിനെതിരെ 7 വിക്കറ്റ് വിജയം സെമി സ്ഥാനവും. അതേ ന്യൂസിലാൻഡിനെതിരെ സെമിയിൽ തകർത്തടിച്ച ന്യൂസിലാൻഡിനെതിരെ ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാന് ഒരു വേള ഒരിക്കൽ കൂടി ലോകകപ്പ് കിട്ടാക്കനിയാവുമോ എന്ന ശങ്ക ഉറപ്പിക്കുന്നതായിരുന്നു അവരുടെ റൺ ചേസ്. വിജയം അപ്രാപ്യമെന്ന നിലയിൽ ഗ്രീസിലെത്തിയ ഇമ്രാന്റെ ശിഷ്യൻ വസീം അക്രമും പുതുമുഖം ഇൻസിയും പക്ഷേ തകർത്തടിച്ച് അപ്രാപ്യമെന്നത് നേടി. അതെ, പാകിസ്ഥാൻ ഫൈനലിലേക്ക്. ഒടുവിൽ ഫൈനൽ 1992 മാർച്ച് 25. എതിരാളി ഭാഗ്യം കൊണ്ട് മാത്രം തോൽവി തരാതെ വിട്ട ഇംഗ്ലണ്ട്. 27 റൺസ് വേണമെന്ന നിലയിൽ അവസാന ഓവർ എറിഞ്ഞ ഇമ്രാൻഖാന്റെ ആദ്യ പന്തിൽ 4 അടിച്ച ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ റിച്ചാർഡ് ഇല്ലിംഗ്ബർത്തിന്റെ കൂറ്റൻ ഷോട്ട് അടുത്ത പന്തിൽ ലോങ് ഓഫിൽ റമീസ് രാജയുടെ കൈകളിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇമ്രാനോടും പാകിസ്ഥാൻ ടീമിനോടൊപ്പം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ആകാശത്ത് ഇമ്രാനെ തിരിച്ചുവരവിന് നിർബന്ധിതനാക്കിയ സിയാഉൽ ഹക്കും സാക്ഷിയായിരിക്കാം. കരിയറിൽ 88 ടെസ്റ്റുകൾ കളിച്ച ഇമ്രാൻ 362 വിക്കറ്റുകളും 6 സെഞ്ചുറികളടക്കം 3807 റൺസും നേടി. 175 ലിമിറ്റഡ് ഓവർ മത്സരത്തിൽ നിന്ന് 182 വിക്കറ്റുകളും 1 സെഞ്ചുറി സഹിതം 3709 റൺസുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അപൂർവമായ ട്രിപ്പിൾ നേട്ടമായ ടെസ്റ്റിലും ഏകദിനത്തിലും 3000 റൺസും 300 വീതം വിക്കറ്റും നേടിയാണ് ഇമ്രാൻ കരിയർ അവസാനിപ്പിച്ചത്. ലോകകപ്പ് നേടി 6 മാസത്തിന് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ മത്സരത്തോടെ അദ്ദേഹം തന്റെ വിജയകരമായ കരിയറിന് വിരാമമിട്ടു.